ഹലോ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ക്രേപ്പ് പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പൂവാണ് ഇന്ന് പൂക്കൂടയിൽ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂളിൽ ക്രാഫ്റ്റ് വർക്കിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പൂവ്. യെല്ലോ, ബ്ലാക്ക്, വയലറ്റ്, ഗ്രീൻ എന്നീ കളറുകളിലെ ക്രേപ്പ് പേപ്പറുകളാണ് ഈ പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പൂവിൻ്റെ ഉള്ളിലെ മഞ്ഞ നിറത്തിലെ അല്ലി പോലുള്ള ഭാഗം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ പീസ് ബ്ലാക്കും യെല്ലോയും ക്രേപ്പ് പേപ്പർ എടുക്കാം. ഇതുപോലെ ഒരു കമ്പിയും കൂടി നമുക്ക് ആവശ്യമാണ്. ആദ്യം ഈ കറുപ്പും മഞ്ഞയും പേപ്പറുകളുടെ അറ്റം നമുക്കിതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനും ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അറ്റം നമുക്ക് ചുരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്ത ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റം ഇതുപോലെ വിരലുകൊണ്ട് ചുരുട്ടി കൊടുക്കാം. അതിനുശേഷം ആദ്യം കറുപ്പും പിന്നെ മഞ്ഞയുമായി നമുക്ക് ഈ കമ്പിയിലേക്ക് ചെറിയ ചുരുക്കുകളിട്ട് ചുറ്റി കൊടുക്കാം. ഇതുപോലെ കമ്പി വെച്ച ശേഷം ഇങ്ങനെ ചെറുതായി ചുറ്റി എടുത്ത ശേഷം ഇതിൻ്റെ പിന്നിൽ വീണ്ടും ആ യെല്ലോ കളർ കൂടി വെച്ച് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 1, 2, 3 ഉണ്ടാക്കി നമുക്ക് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഇനി ചെറിയൊരു വയലറ്റ് കളർ ക്രേപ്പ് പേപ്പറിൽ നിന്ന് നമുക്ക് ഈ പൂവിൻ്റെ പെറ്റൽസ് ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം. ഒരു പൂവിന് 5 പെറ്റൽസാണ് ആവശ്യം. അതിനായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ പീസിൽ നിന്നും നമുക്ക് ഓരോ പെറ്റൽസായി കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് എടുത്ത് ഇങ്ങനെ നെടുകയെ മടക്കിയതിന് ശേഷം അതിൻ്റെ താഴ്വശത്ത് നിന്ന് നമുക്കതൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ഏറ്റവും അറ്റത്തായി ചെറുതായി ഒന്ന് ചുരുട്ടി കൊടുക്കാം. അങ്ങനെ 5 പെറ്റലിൻ്റെയും അറ്റം ചുരുട്ടി വയ്ക്കാം. അഞ്ച് പെറ്റലും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പെറ്റൽ ഓരോന്നും നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. അതിനു മുമ്പ് ഈ ഓരോ പെറ്റലും എടുത്ത് ഇതുപോലെ ഒന്ന് തുമ്പ് വളച്ചെടുക്കാം. ഇനി ഇതുപോലെ ഈ 5 പെറ്റലും ഫെവിക്കോൾ പുരട്ടി ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം. അഞ്ച് പെറ്റലും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മുട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ മുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പെറ്റൽസ് ഉണ്ടാക്കാൻ എടുത്തതിനേക്കാളും അല്പം കൂടി നീളമുള്ള
ചെറിയ പീസുകളായി 2 എണ്ണം മുറിച്ചെടുത്ത ശേഷം അതിൽ ഓരോന്നും അതിൻ്റെ മധ്യഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുത്തുകൊണ്ട് ഒന്നുകൂടൊന്ന് ചുരുട്ടി നേരെ അതിലേക്ക് തന്നെ ചേർത്ത് വെച്ച് അതൊന്ന് നിവർത്തിയെടുക്കാം. ഉള്ളിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നിവർത്തിയെടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നിവർത്തിയെടുത്ത് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഒരു മുട്ടുണ്ടാക്കുന്നതിന് 2 എണ്ണം ആവശ്യമുണ്ട്. ഇങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്ത ശേഷം ഇതിനുള്ളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പൂമ്പൊടി പോലുള്ള ഭാഗം ഇങ്ങനെ വെച്ച് 2 ഇതളുകളും ഫേസ് ടു ഫേസ് ആയി വെച്ച് ഒരു നൂല് കൊണ്ട് ചുറ്റിക്കൊടുക്കാം. ഇങ്ങനെ നൂലുകൊണ്ട് കെട്ടിയതിന് ശേഷം ഗ്രീൻ ക്രേപ്പ് പേപ്പർ കൊണ്ട് നമുക്ക് കാലിക്സ് ഉണ്ടാക്കിയെടുക്കണം. അത് മുട്ടിൻ്റെ ചോട്ടിലായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് ആവശ്യമുള്ളത്ര നീളത്തിൽ മുറിച്ചെടുത്ത് മുട്ടിൻ്റെ ചോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രേപ്പ് ടേപ്പ് ചുറ്റി തണ്ടും നീറ്റാക്കിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ഒട്ടിച്ചു വെച്ചിരുന്ന പെറ്റൽസ് എടുത്ത് അതിൻ്റെ 2 എൻഡും ഫെവിക്കോൾ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ഗ്രീൻ ക്രേപ്പ് പേപ്പറിൽ നിന്ന് നമുക്കൊരു ഇല കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു ക്രേപ്പ് പേപ്പർ എടുത്ത് അത് നെടുകെ മടക്കിയതിന് ശേഷം പൂവിൻ്റെ പെറ്റൽ കട്ട് ചെയ്തതുപോലെ തന്നെ ഒരു ഇല കൂടി നമുക്കിതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത് അതിനുള്ളിലേക്ക് ഒരു കമ്പി കൂടി വെച്ച് ഒട്ടിച്ചെടുത്ത് ഈ പൂക്കൾക്കൊപ്പം വയ്ക്കാം. ഇനി ഈ പൂവിനുള്ളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവിൻ്റെ അല്ലി ഇങ്ങനെ അകത്തേക്ക് വെച്ചുകൊണ്ട് ഒരു നൂല് കൊണ്ട് കെട്ടി ഉറപ്പിച്ചു കൊടുക്കാം. ഇനി പൂവിൻ്റെ ചുവട്ടിലും കാലിക്സ് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കാം. കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്കിന് ചെയ്യാൻ കഴിയുന്ന മനോഹരമായ ക്രേപ്പ് പേപ്പർ ഫ്ലവർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഫ്ലവർ വേസിലേക്ക് നന്നായി അറേഞ്ച് ചെയ്തെടുക്കാം.
ഇഷ്ടമുള്ള നിറങ്ങളിൽ നിങ്ങൾക്ക് ഈ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. മനോഹരമായ ക്രേപ്പ് പേപ്പർ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.